ഉമ്മ ആ ലിബിയ ഈ ചായ ഓനക്ക് കൊണ്ടുവിട്ടാ ഓനക്ക് നേരെ വെളുക്കുമ്പോ തന്നെ ചായ എടുക്കുന്ന ശീലൊക്കെ ഉണ്ട്. ഇക്കറിയില്ലായിരുന്നു ഉമ്മ ഇക്കത് ചായ വേണമെന്നുള്ളത്. അതൊന്നും സാരില്ലേടി, ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നില്ല, ഇനി എന്നും കൊണ്ടുകൊടുത്താ മതി. എന്നാ ഇക്ക നേരെ പുറപ്പെടുന്നു കൊടുത്തു. എന്താ ചായ ഉമ്മ തരാൻ പറഞ്ഞതാ. ചായ ഇക്ക അറിയില്ലായിരുന്നു നിങ്ങക്ക് ചായ രാവിലെ വേണമെന്നുള്ളത്. ഉമ്മ ഇപ്പൊ തന്നപ്പോ ഞാൻ കൊടുന്നതാ. സാരില്ല, നിക്ക് പോവല്ലേ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അല്ല ഇക്ക, അടുക്കളയിൽ പണികളുണ്ട്. അത് സാരില്ല, പണിയൊക്കെ ഉമ്മ എടുത്തോളൂ. ഇജ്ജ് വാ, ഇവിടെ ഇരിക്ക്. എല്ലാം ഞാൻ കുറെ ദിവസമായി ചോദിക്കണം വിചാരിച്ചിട്ട് ഒരു കാര്യങ്ങള്. അതിന്റെ പ്രശ്നം എന്താ, ഞാൻ വിളിച്ചാൽ വരില്ല, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ചോദിച്ചാല് ഒരു മൂളക്കം മാത്രം. എനിക്ക് കല്യാണത്തിന് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞില്ലേ, ഞാൻ ഇതിന് ഒരുങ്ങൂലായിരുന്നു. എനിക്ക് ഇഷ്ടമില്ലായൊന്നുമില്ല. പിന്നെന്താ എന്റെ പ്രശ്നം? എന്റെ ഉമ്മ പെങ്ങൾ എന്തെങ്കിലും പറഞ്ഞു തന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറഞ്ഞോ, ഞാൻ അതിനെന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം. ഇന്ന് ആരൊന്നും ചെയ്തിട്ടില്ല. പിന്നെന്താ പ്രശ്നം? ഞാനിതായി രണ്ടാം കെട്ടിന്നുള്ള ഇതിനാൻ നിന്നിട്ടില്ല. രണ്ടാമതൊരു പെണ്ണ് കെട്ടണം, ഒരു ജീവിതം വേണമെന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ ഒരു കല്യാണം കഴിച്ചാൽ എന്നെ ആകെ തളർന്നു പോയിരിക്കുന്നു. പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞു, രണ്ടാം കെട്ട് ഒരു പെണ്ണ് കെട്ടണം, എത്ര വെച്ചിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ കുറെ തള്ളി പറഞ്ഞതായിരുന്നു. പിന്നെ എന്റെ ഫോട്ടോയും എന്റെ കല്യാണത്തിന്റെ ഇത് വന്നപ്പോ ഞാൻ നോക്കി. അപ്പൊ പിന്നെ എന്റെ ഫോട്ടോയും പിന്നെ എന്റെ ജീവിതകഥ ഒക്കെ പറഞ്ഞപ്പോ എന്തോ എന്നോട് ഇഷ്ടം തോന്നി. അപ്പൊ അതുകൊണ്ട് ഞാന് കല്യാണത്തിന്റെ തീരുമാനം പറഞ്ഞു. ഇനി എല്ലാം എനിക്ക് ഇന്ന് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം ഇപ്പൊ തന്നെ. പിന്നീട് നമ്മള് എതിക്കരുത്. നമ്മളെ ഇടയിൽ ഒരു കുട്ടിയും കൂടി ആയി കഴിഞ്ഞാല് ജീവിതം മുന്നോട്ട് പോകില്ല. നമ്മളെ അന്യരമാതിരി ജീവിച്ചിട്ട് കാര്യമില്ല. കാര്യങ്ങൾ എന്താണെങ്കിലും തുറന്നു പറയാം. ചായയുടെ എഴുന്നേൽക്കണമെങ്കിൽ ക്ലാസ് വരെ ചായ എത്ര നേരം ഞാൻ അവളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു, അതിനൊന്നും യാതൊരു മറുപടി ഇല്ല. ഓളെ കണ്ടിഷ്ടപ്പെട്ട് ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചു. ഓൾക്ക് എന്നോട് താല്പര്യം ഉണ്ടാവൂല. അത്രയും വലിയ ടെൻഷൻ ആരും അടിച്ചിട്ടുണ്ടാവില്ല. ഒരു രണ്ടാം കെട്ട് എന്ന് പറഞ്ഞപ്പോ ഓളെ കണ്ടപ്പോ പറ്റി ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു. ഇല്ല, കാര്യങ്ങളൊക്കെ ബ്രോക്കർ പറഞ്ഞതാണല്ലോ, പെൺകുട്ടി കുഴപ്പമൊന്നുമില്ല, കല്യാണത്തിന് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നിപ്പോ എന്താ, ഇനി വേറെ എന്തെങ്കിലും ചിന്തിക്കാനും പറ്റൂല. എന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളോ നോക്കാൻ പോകുമ്പോഴത്തേനും എല്ലാം ശരിയാവണമെങ്കിൽ ശരിയാവാം, ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തീരുമാനമാക്കിട്ട് പോകണം. വെറുതെ പിന്നെ ഞാൻ ടെൻഷൻ അടിച്ചിന്റെ കാര്യമില്ല. ഞാൻ പുറത്തേക്ക് ഒരിക്കലും പോട്ടെ, ഇവിടെ ഇരുന്ന് ഞാൻ കൂടുതൽ ടെൻഷനേ വരുള്ളൂ. ഒന്ന് കൂട്ടാനത് വെച്ചേക്ക. ഒരിഷ്ടം കുമ്പളം കണ്ടല്ലോ, അതൊന്ന് തേങ്ങ അരച്ച് കറിയേക്കാം. ചെക്കനെ ഇവിടുത്തെ ഉണ്ടാക്കിയ തന്നെ വളർന്നു കറി. ഇത്രയും കാലം അവിടെ നിന്നതല്ലേ. തേങ്ങ അരച്ച് കറിവെക്കും ചെയ്യാം, പയറുപ്പേരി വെക്കാം, ആ മീനോട് പൊരിക്കാം.
ആ ഓനിക്ക് ചായ കൊടുത്താ? ആ ചായ കൊടുത്തുമ്മ. നീച്ചിക്കണോനി? ഈ നേരാകുമ്പോഴത്തേനും നീക്കലില്ല. ആ നീച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ആ എന്നാലും ഉമ്മാന്റെ കുട്ടിയെ ആ മുറ്റൊന്ന് 4 പുറന്ന് അടിച്ചു വരിട്ടാണ്. ഇന്നലൊക്കെ മഴ ആയിട്ട് നമ്മൾ അടിച്ചു വരിയിട്ടില്ലല്ലോ. ഇന്നിപ്പോ മഴക്കൊരു ചോർച്ച ഉണ്ട്. ഇജ്ജ് പോയിട്ടുണ്ട് അടിച്ചു വരിക്കട്ടാ. ഞാൻ അടിച്ചു വരിക്കോളാം. ഉമ്മ ആ എന്റെടാ എന്തിനാ വിളിക്കണ്? എന്താടാ? ഞാൻ പുറത്തു പോവാണ്. അല്ല എനക്ക് ചായയും കടിയൊന്നും വേണ്ടേ? എനിക്ക് ചായ ഒന്നും വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോണ്ട്. എടാ ഒരു ദിവസമെങ്കിൽ ആ പെണ്ണിന്റെ പിന്നാലെ ഇരുന്നിട്ടൊന്ന് ചായ അടിച്ചിക്കണ? ഇല്ലല്ലോ. ഞങ്ങള് പിന്നെ ആരെ കാത്തിരിക്കണത്? എല്ലാരും അമ്മക്ക് ചായ വേണ്ട, എനിക്കിപ്പോ പൈക്കണില്ല. എന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അല്ല ചോറുണ്ടാവോ? ഞാൻ വരാൻ പറ്റിയെങ്കിൽ വരാം, ഞാൻ പോയിട്ട് വരാം. ഈ ചെക്കനിപ്പോ എന്താ പറ്റിയത്? ഓൾ രണ്ടാളും കൂടി ഒന്ന് വർത്താനം പറഞ്ഞതും കൂടി കാണാനില്ല. ഓളോട് ചോദിച്ചിട്ടാണെങ്കിൽ ഒന്നുമില്ല. ഇവളോടാണെങ്കിൽ ചോദിക്കാണ്ട് നിന്നാ മതി, ഒരു ചാടും. എന്താ ചാവട്ടെ. ഇവരെന്താ വരാത്ത? വിഷമത്താണെങ്കിൽ നിക്കാൻ വയ്യ. എന്നോട് തെറ്റിട്ടായിട്ട് പോയതാണ്. ഈ തിന്നത് എവിടെയാണ്? ചോറും തിന്നണില്ലേന്നാവോ? ആ ഇജ്ജ് ഇവിടെ അന്നിരിക്ക. അത് ഇജ്ജ് ചോറുന്നൊന്നുമില്ല. നേരെ എത്ര അയക്കണ്? ഇപ്പൊ തന്നെ വേണ്ടമ്മ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തിന്നോളാം. ഇക്ക വന്നിട്ടില്ലല്ലോ. ആ ഓ എപ്പോഴാണ് അവഞ്ഞ് കേറി വരിക? ഇജ്ജ് തിന്ന പെണ്ണ നേരെ 3 മണി ആവാരയിക്കണ്. പനിയോളം കൂലൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പൈച്ചണൊന്നുമില്ലേ? അല്ലമ്മ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തിന്നോളാം. ആ എന്നാ ചെപ്പളാശ തിന്ന. ഞാൻ ലേശം നേരം അവിടെ പോയി കേൾക്കട്ടൊക്കെ വെച്ച. ആ ആ ഇക്ക എന്താ നേരം വൈകി? ഞാൻ അത്ര നേരങ്ങൾ കാത്തിരിക്കുന്നു. പിന്നെ കാത്തിരിക്കുന്നത് ചോറുന്നാന് സമയം കുറെ ആയില്ലേ? ഞാൻ പുറത്ത് കഴിച്ചു. ഞാൻ സംസാരിക്കായിട്ട് ഇങ്ങോട്ട് ദേഷ്യത്തിലാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്ത് ചോറ് വേണ്ടാത്ത? ഞാൻ ഇവിടെ പോകുമ്പോ തന്നെ പറഞ്ഞിരുന്നു പിന്നെ കാക്കണ്ട ചോറ് വെച്ചോട് കൊണ്ടുവന്നുണ്ട്. ഇനി പിന്നെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നാമത് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് കരോട് കയറി വരാനേ തോന്നില്ല. ഇപ്പോ ചെക്കന്മാരൊപ്പം കുറച്ചു നേരം അവിടെ ഇരുന്നപ്പോ നല്ല സമാധാനം ഉണ്ടായി. ഞാൻ അത് കുടിച്ച് കെടുത്തല്ലേ. അല്ലാ